ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താരാസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാരക്കുഴമ്പാണ്, വത്തക്കുഴമ്പ്. ഇതൊക്കെ വെരി സ്പെഷ്യലാണ് തമിഴ്നാട്ടിൽ. ആദ്യം ഒരു പാത്രത്തിൽ നല്ല തിക്കായിട്ടുള്ള പാനാണ്, നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉണക്കി വെച്ചേക്കില്ലേ, ഈ ചുണ്ടയ്ക്ക, അതുപോലെ അമരയ്ക്ക, വെണ്ടയ്ക്ക, ഇതൊക്കെ തൈരിലൊക്കെ ഇട്ട് ഉണക്കി വെച്ചേക്കില്ല, അതുപോലത്തെ നമുക്ക് എന്തുണ്ടോ അതിനൊന്ന് വറുത്ത് കോരിയെടുക്കുക. ഇന്ന് ഞാൻ ചുണ്ടയ്ക്കയും മണത്തക്കാളിയിലെ കുഞ്ഞു തക്കാളിക്കയില്ലേ അതും എൻ്റെ അടുത്തുണ്ട്. സോ അതും കൂടിയിട്ട് വറുത്തെടുത്ത് വയ്ക്കാൻ പോവാണ്. നല്ലെണ്ണ വേണം ഇതിന് ഫുള്ള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റിയലി ദറ്റ് മീൻസ് തമിഴ്നാട്ടിൽ എങ്ങനെ ചെയ്യുമോ, തേങ്ങ ഒന്നും അരയ്ക്കാതെ എങ്ങനെ ചെയ്യുമോ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് കുറച്ച് വെന്തയം, ഉലുവ എന്ന് പറയില്ലേ, ഉലുവ ഇടുക, കടുക് പൊട്ടിക്കുക, എന്നിട്ട് പച്ചമുളക് ഒരു 2-3 മുറിച്ചിടണം. എന്നിട്ട് കുറച്ച് തക്കാളിക്ക്, ഒരു 2 തക്കാളിക്കോളം എടുത്തിട്ട് അരച്ച് വയ്ക്കണേ. നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കുഞ്ഞുള്ളി, ആവശ്യത്തിന് ഇഷ്ടം പോലെ കുഞ്ഞുള്ളി വേണം. എന്നിട്ട് ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി വേണം, ഗാർലിക്, എന്നിട്ട് കറി ലീവ്സ് കുറച്ച് ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റണം. ടേസ്റ്റിന് ദാറ്റ് മീൻസ് കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലതായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്കൊരു സിമ്മിലിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ. സോ ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. അതൊരു ഇത്തിരി പോലെ വഴണ്ടി വരുമ്പോഴത്തേനും ആവശ്യം 2 ടേബിൾ സ്പൂണോളം കൊത്തമല്ലിപ്പൊടി ഇതിലിടുന്നുണ്ട്. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ 3 ഇടണം. ഓക്കെ, എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക, കൊത്തമല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണം, അതായത് കൊറിയാണ്ടർ പൗഡർ കുറച്ച് കൂടുതലിടണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൽ ആക്ച്വലി ഈ നമ്മൾ ആദ്യം വറുത്ത് കോരിയില്ലേ, അതാണ് ശരിക്കും ഇതിൽ ടേസ്റ്റ് മാറ്റുന്ന ഒരു സെഗ്മെൻറ്റ്. അതാണ് ഭയങ്കര ടേസ്റ്റ്. ഇത് ഇപ്പം നല്ലതായിട്ട് പച്ചമണമൊക്കെ മാറിക്കിട്ടില്ലേ പൊടിയുടെ, ആ സമയത്ത് നമ്മൾ തക്കാളിക്ക് 2-3 തക്കാളിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്, അതിന് ഇതിലിട്ട് കൊടുക്കുക. ആ തക്കാളിക്ക് എങ്ങനെയാണ് ഇടാന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ കൂട്ടാവശ്യം അതിനനുസരിച്ചാണ് തക്കാളിക്ക് ഇടുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റോളം കുറച്ച് വെച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് വന്നതിന് ശേഷം ഒരു ഹാഫ് ലെമൺ സൈസ് പുളി എടുത്തിട്ട് അതിന് ഇതിൽ നല്ല കലക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അടച്ച് വെച്ച് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ. അപ്പോഴേ അത് നല്ലതായിട്ട് നല്ല കുക്കായിട്ട് ആ മണവും ടേസ്റ്റും ഒക്കെ വരത്തുള്ളൂ. നല്ല കുക്കാവണം. പീസൊന്നും നിങ്ങൾക്ക് അതുപോലെ കിട്ടാൻ പാടില്ല, അങ്ങനത്തെ രീതിക്ക്. എന്നിട്ട് കുറച്ച് കായം ഇടുന്നുണ്ട്. നമ്മൾ വലിയ ചുണ്ടയ്ക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലിടാം. പിള്ളേർ ചുണ്ടയ്ക്കൊക്കെ മാറ്റി വയ്ക്കും ചിലർ, അപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടാം. പിന്നെ കുഞ്ഞ് മണത്തക്കാളിക്കാന്ന് പറഞ്ഞിട്ടൊരു കീര ഇല്ലേ, അതിലുള്ള അങ്ങനെ തന്നെ വറുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് കഴുകിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് നോക്കണം, പുളിപ്പ് ടേസ്റ്റ് നോക്കണം. ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് ശർക്കര ലാസ്റ്റ് ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ശർക്കര. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ല കൊള്ളൂലെന്നുണ്ടെങ്കിൽ പ്ലീസ് അതും പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് വളരെ വളരെ എളുപ്പത്തിലൊരു കറിയാണ്. താങ്ക് യു.